കുട്ടികളെ, ഫിസിക്സിൻ്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പുതിയ ചാപ്റ്ററിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മോഷൻ എന്നാണ്. മോഷൻ, ചലനം എന്നൊക്കെ പറയും, മൂവ്മെൻറ്റ്, മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ നിങ്ങൾ 117 പേജ് നമ്പർ എടുക്കുക. പുതിയ പാഠാണ്, 102 ഫിസിക്സിലെ 2ാമത്തെ ചാപ്റ്ററാണ്. നോക്കാം. അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഒരു പ്ലെയിന് മുകളിലൂടെ പറന്നു പോകുന്നുണ്ട്. അവിടെ ഒരു കുട്ടിയുണ്ട്, അതുപോലെ തന്നെ ഒരു അധ്യാപകനുണ്ട്. കുട്ടി ചോദിക്കുകയാണ് അധ്യാപകനോട്, സർ, ഹൗ ഫാസ്റ്റ് ഡസ് ദ സോറിംഗ് പ്ലെയിൻ ഫ്ലൈ ഔട്ട് ഓഫ് സൈറ്റ്? എത്ര പെട്ടെന്നാണ് ഈ ഫ്ലൈറ്റ് ശബ്ദമുണ്ടാക്കി നമ്മളെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകുന്നത്? ആര് ചോദിക്കുകയാണ്? കുട്ടി അല്ലേ? കുട്ടി ആരോട് ചോദിക്കുന്നതാണ്? അധ്യാപകനോട്. അപ്പം അധ്യാപകൻ പറയാണ്, ദർ ഈസ് നത്തിങ് സോ സർപ്രൈസിങ് അബൌട്ട് ഇറ്റ്. ഇതിനെക്കുറിച്ച് വലിയ ആശ്ചര്യമൊന്നുമില്ല, ഇത് വലിയ പുതുമൊന്നല്ല എന്ന് പറയാണ്. ആര് പറയാണ്? സാറ് പറയാണ്, ആറിൻറ്റ് യു വി ടു മൂവിങ് അറ്റ് ഗ്രേറ്റ് സ്പീഡ്? നിനക്കറിയോ, നമ്മളും വളരെ സ്പീഡിലാണ് മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് സാറ്. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കുക, നമ്മൾ മൂവ് ചെയ്യും, നമ്മളിവിടെ നിൽക്കില്ലേ? നോക്കാം നമുക്ക്. ഹൗ ഈസ് ദാറ്റ് പോസിബിൾ അല്ലേ സർ? അതെങ്ങനെ നടക്കും സർ? ആറിൻ വി സ്റ്റിൽ നൗ? നമ്മളിവിടെ നിൽക്കില്ലേ നമ്മൾ? പിന്നെ എങ്ങനെ നമ്മൾ ഗ്രേറ്റ് സ്പീഡിൽ മൂവ് ചെയ്യാമെന്ന് സാറെങ്ങനെ പറയുക? നോട്ട് അറ്റ് ഓൾ, നൗ വി ആർ മൂവിങ്. അല്ല, അങ്ങനെയല്ല, നമ്മളെന്ത് ചെയ്യാണ്? ഇപ്പം മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ആര്? സാറ്. എങ്ങനെയായിരിക്കും? ഹൗ ഡു വി നോ വെദർ എ ബോഡി ഈസ് ആൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ നോട്ട് റെസ്റ്റ്? ഇപ്പോൾ നമുക്കറിയോ, നമ്മളെ ബോഡി ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുക, ഞാൻ എൻ്റെ സ്റ്റേറ്റ് ഇപ്പോൾ എന്താണ്? റെസ്റ്റാണ് ആണല്ലോ. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്? ഞാൻ സ്റ്റേറ്റ് ഓഫ് മോഷനാണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് സാറ് ഇപ്പം അങ്ങനെ പറയാനുള്ള കാരണം എന്ന് നോക്കാം. നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു ടേബിൾ ഉണ്ട് നിങ്ങൾക്ക്. അനലൈസ് ദ ടേബിൾ 9.1 ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് സ്യൂട്ടബിളി. പേജ് നമ്പർ 118 ഇതുള്ളത്. നോക്കാം നമുക്ക്. നിങ്ങൾ ബസ്സിൽ യാത്ര പോയ ആൾക്കാരാണ്, എല്ലാവരും ബസ്സിലൊക്കെ യാത്ര പോകണം. നമുക്ക് നോക്കാം. അവിടെ 3 ഹെഡിങ്ങോടുള്ള ഒരു ടേബിളാണ്. ഒന്ന് സിറ്റുവേഷൻ, രണ്ടാമത് സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് പറഞ്ഞാൽ നമ്മൾ നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. നമുക്ക് അത് വെച്ചിട്ട് പറയാം. ഈ പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ്, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിൽ അല്ലെ, ബസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്ത് ചെയ്യണം? അതിൽ ഇങ്ങനെ കമ്പിയും പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അല്ലേ നിൽക്കുകയാണ് വിചാരിക്കുക. നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആരെ അപേക്ഷിച്ച്? വിത്ത് റിലേറ്റഡ് ടു ബസ്സിനെ അപേക്ഷിച്ച് നമ്മൾ മൂവ് ചെയ്യണമെന്നില്ല, നമ്മൾ ബസ്സിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞെന്താ? വിത്ത് റെസ്പെക്ട് ടു ബസ്സിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യണില്ല? ഞാൻ ഏതിലാ? സ്റ്റേറ്റ് ഓഫ് മോഷനാണോ റെസ്റ്റിലാണോ? റെസ്റ്റിലാണ്. ഞാൻ ബസ്സിൽ ഇങ്ങനെ കമ്പി പിടിച്ച് നിൽക്കുകയാണ്, ഞാൻ അനങ്ങണമൊന്നുമില്ല, ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റാണ് അല്ലേ? ആ റെസ്റ്റിൻ്റെ അവിടെ ടിക്ക് ഉണ്ട് നിങ്ങൾ. അപ്പോൾ ടിക്ക് ഇട്ട് കൊടുക്കുക. ടിക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ ഓൾറെഡി ഉണ്ടല്ലേ. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു റോഡ്, നമ്മൾ റോഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലോ? കാരണം ഞാൻ മുട്ടിയാറ അല്ലെങ്കിൽ തലപ്പാറമെന്ന് ബസ് കയറിയതാണ്. അവിടെ നിൽക്കുന്ന ബസ് തന്നെയാണ് ഞാനുള്ളത്. അവിടുന്ന് പോരുമ്പോൾ ഉള്ള ബസ് തന്നെ ഇവിടെ എത്തുമ്പോഴും. പക്ഷേ റോഡോ? അവിടുത്തെ റോഡിൽ നിന്ന് മാറി ഇവിടെ എത്തിയില്ലേ? അപ്പോൾ റോഡിനെ അപേക്ഷിച്ച് ഞാൻ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ് അല്ലേ? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു റോഡ് ഞാൻ സ്റ്റേറ്റ് ഓഫ് മോഷനാണോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ? ഞാൻ മൂവ് ചെയ്യല്ലേ, അപ്പോൾ ഞാൻ സ്റ്റേറ്റ് ഓഫ് മോഷനാണ്. പക്ഷേ ബസ്സിൽ നിന്ന് ഞാൻ അങ്ങനെ നടന്ന് ബസ് കയറിയതിന് ശേഷം ഞാൻ അങ്ങനെ നടക്കല അല്ലല്ലോ, ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് അല്ല. ബസ്സിൽ എവിടെ നിന്നാൽ മതി. ബസ്സിനെ അപേക്ഷിച്ച് ഞാൻ എന്താണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും അല്ലേ? റോഡിനെ അപേക്ഷിച്ച് ഞാൻ എന്താണ്? സ്റ്റേറ്റ് ഓഫ് മോഷനുമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് നോക്കാം. എ ക്രോ സിറ്റിംഗ് ഓൺ എ കൗ ഗ്രാസിംഗ് ഇൻ ദ ഫീൽഡ് അല്ലേ? ഒരു പശുവിൻ്റെ പുറത്ത്, അതായത് മേഞ്ഞ് നടക്കുന്ന പശുവിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു കാക്ക. നമുക്ക് നോക്കാം. പശുവിൻ്റെ പുറത്ത് ഇരിക്കുന്ന ഒരു കാക്ക. മേഞ്ഞ് നടക്കുന്ന ആളാരാണ്? കൗവാണ് അല്ലേ? പശു ഇങ്ങനെ നടന്നു പോവുകയാണ്. കാക്ക നടക്കുന്നുണ്ടോ? ഇല്ല, കാക്കേൻ്റെ പുറത്ത് ഇരിക്കണത്. നോക്കാം നമുക്ക്. വിത്ത് റെസ്പെക്ട് ടു ദ കൗ, കാക്കയുടെ പ്രത്യേകത കൗവിനെ അപേക്ഷിച്ച്, പശുവിനെ അപേക്ഷിച്ച് കാക്ക നടക്കുന്നുണ്ടോ? അല്ലെ, കാക്ക മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? പശുവിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കല്ലേ അല്ലേ? അവിടെയുള്ള എന്തെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ കൊത്തി തിന്നാണ്. അതിൻ്റെ പുറത്തുള്ള എന്തെങ്കിലും ചെള്ളു പോലത്തെ സാധനങ്ങളൊക്കെ.
അപ്പോൾ പശുവിനെ അപേക്ഷിച്ച് കാക്ക എന്തല്ല, മൂവ്മെൻ്റ് ഇല്ല, കാക്ക റെസ്റ്റിലാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുക, റെസ്റ്റ് അല്ലെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നിട്ട് കൊടുക്കുക. പക്ഷേ ഗ്രൗണ്ടിനെ അപേക്ഷിച്ചോ, പശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാക്ക ഇങ്ങനെ അതിനൊപ്പം പോകൂലേ, പക്ഷെ കാക്ക നടക്കണുണ്ടോ? ഇല്ല. ഗ്രൗണ്ടിനെ അപേക്ഷിച്ച്, തറയെ അപേക്ഷിച്ച്, അല്ലെ നമ്മുടെ ഫീൽഡിനെ അപേക്ഷിച്ച് കാക്കക്ക് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് കാക്കക്ക് മൂവ്മെൻറ്റ്, പക്ഷെ പശുവിനെ അപേക്ഷിച്ച് എന്തില്ല, മൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ അവിടെ ഇത് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ എഴുതാം. ഓക്കെ, റെഡി അല്ലേ? ഇനി എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്. എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്, അതായത് ഒരു കുട്ടി പാടത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ചിത്രം കണ്ട നിങ്ങൾ, ഫിഗർ 9.1 ചിത്രം കാണാം. ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ കുട്ടിക്ക് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ആ പാടത്ത് നിൽക്കണ, പാടത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യാണ്, നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ കുട്ടി ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് വല്ല മൂവ്മെൻറ്റും ഉണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ ഇതാ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിന് ടിക്കിടുക. പക്ഷേ സൂര്യനെ അപേക്ഷിച്ചോ, സൂര്യനെ അപേക്ഷിച്ച് നമുക്കറിയാം നമ്മളെ ഭൂമി എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, നല്ല സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആണ്. നമ്മൾ ആരെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്? സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി. അപ്പോൾ ഭൂമിയിലുള്ള ആളല്ലേ നമ്മൾ, അപ്പോൾ നമ്മളും കറങ്ങണില്ലേ, നമ്മൾ നല്ല സ്പീഡ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ കുട്ടി ഫ്ലൈറ്റിനെ സംബന്ധിച്ച് സാറ് പറഞ്ഞ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നമ്മൾ ആ ഫ്ലൈറ്റിനെക്കാട് സ്പീഡിലാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെവിടെ നിൽക്കുന്നത്, ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കല്ലേ, അപ്പം നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യൂലേ? സണ്ണിനെ അപേക്ഷിച്ച് നമുക്ക് എന്തുണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്. കാരണം നമ്മൾ ഭൂമിയിലാണ് നിൽക്കുന്നത്, ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആരെ അല്ലേ? ഇത് സൂര്യനാണെങ്കിൽ ഇത് ഭൂമിയാണ് അല്ലേ? ഇപ്പം ഞാനിവിടെ ഇങ്ങനെ നിൽക്കുക വെച്ചോളി എൻ്റെ മുകളിൽ. അപ്പോൾ ഇതിങ്ങനെ കറങ്ങാൻ റൊട്ടേറ്റ് ചെയ്യണം അല്ലേ? സൂര്യനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഗ്രൗണ്ടിനെ അപേക്ഷിച്ച്, ഇതാണ് ഗ്രൗണ്ട്, ഇതാണ് ഭൂമി, നിൽക്കുന്ന ഗ്രൗണ്ട് പറഞ്ഞാൽ ഇതിനപേക്ഷിച്ച് എനിക്ക് മൂവ്മെൻ്റ് ഒന്നും, ഞാൻ റെസ്റ്റിലാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തും. അപ്പം ഞാൻ എന്ത് ചെയ്യുക, സൂര്യനെ അപേക്ഷിച്ച് ഇതിനപേക്ഷിച്ച് ഞാൻ എന്ത് ചെയ്യാണ്, വിത്ത് റെസ്പെക്ട് ടു സൺ ഐ ആം ഇൻ ദ മോഷൻ, ഐ ആം ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു സണ്ണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ, വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് റെസ്റ്റിലാണ്. പിന്നെ എ ബുക്ക് ഓൺ റൊട്ടേറ്റിംഗ് ഇൻ ദ ടേബിൾ. ഇപ്പോൾ ഒരു ടേബിൾ ഉണ്ട് അല്ലേ, അതിൻ്റെ ബുക്ക് വെച്ചിട്ടുണ്ട്. ഇത് റൊട്ടേറ്റിംഗ് ടേബിളാണ്. റൊട്ടേറ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ടേബിളാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടേബിളാണ്. ഈ ബുക്കിന് ഈ മേശനെ അപേക്ഷിച്ച് മൂവ്മെൻ്റ് ഉണ്ടാവും ഇല്ല? അത് നിൽക്കുന്നിടത്ത് ആ മേശയിൽ എവിടെയാണ് അത് വെച്ചത്, അവിടെ തന്നെ ഉള്ളത്. അപ്പോൾ നോക്ക്, ഇപ്പം നിങ്ങളിവിടെ എഴുതാനേ അവിടെ സ്ഥലം ഉണ്ട് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ടേബിൾ എന്ന് കൊടുക്കണം. ടേബിളിനെ അപേക്ഷിച്ച് വിത്ത് റെസ്പെക്ട് ടു ടേബിളിന് എഴുതി കൊടുക്കണം. ടേബിൾ വിത്ത് റെസ്പെക്ട് ടു ടേബിൾ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതണം ടിക്ക്. എന്താ വിത്ത് റെസ്പെക്ട് ടു ടേബിൾ, ബുക്ക് എന്ത് ചെയ്യുക, മൂവ് ചെയ്യോ? ഇല്ല. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് കൊടുത്തു. അവിടെ ടിക്ക് ഓൾറെഡി ഇട്ടിക്കണ് കണ്ടെങ്കിൽ. രണ്ടാമത്തെ നോക്ക്, ഏറ്റവും അടിയത്ത് എന്താ, വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, തറ അല്ലേ? തറനെ അപേക്ഷിക്കുന്നുണ്ട്, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ള ബുക്ക് ചിലപ്പോൾ ആ ടേബിൾ അടക്കം ഇവിടെ കറങ്ങിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ഓഫ് മോഷൻ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക്, നമ്മൾ എപ്പോഴും മൂവ്മെൻറ്റ്, നമ്മളുടെ ആ ഒരു മോഷൻ പറയുന്നത് മറ്റൊന്നിനെങ്കിലും ബന്ധപ്പെടുത്തിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ, ഞാൻ കുറച്ച് അങ്ങോട്ട് നടന്നുപോയി, ഞാൻ അവിടെ എത്തിക്കണം. എങ്ങനെ മനസ്സിലായത്? തറയ്ക്ക് നോക്കിയാൽ മതി. ഞാൻ നേരത്തെ നിന്ന തറയിലല്ല ഞാൻ അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ആരുമായിട്ട് റെസ്പെക്റ്റാണ് പറഞ്ഞത്, ഗ്രൗണ്ടുമായിട്ടാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് അറിയാം. ഇപ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് നടന്നു വന്നു, നമ്മൾ പറയണു അവരിങ്ങനെ നടന്നു വരുന്നുണ്ട് എന്ന്. കാരണം എന്താ, ഓൻ ആദ്യം നിൽക്കുന്നിടത്തല്ല ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ കുറച്ചങ്ങ് മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരുമായി ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞത്, തറയുമായി നോക്കിയിട്ടാണ് പറഞ്ഞത്. തറ മാറുന്നുണ്ട്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ദാറ്റ് സ്റ്റുഡൻറ്റ് ഈസ് നൗ കമ്മിങ് ഹിയർ ടു ദ അവർ പൊസിഷൻ എന്ന് പറയാൻ പറ്റും നമുക്ക് സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ മോഷനാണ് നമ്മളെ പാഠം, ചലനമാണ് നമ്മളെ പാഠം. ആ പാഠവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ, റെഫറൻസ് ബോഡി ഈസ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ എന്ന് നമ്മൾ വിവരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്?
റെഫറൻസ് ബോഡിയുടെ അടിസ്ഥാനത്തിലാണ്. എന്താ ഈ റെഫറൻസ് ബോഡി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോയി എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? അപ്പോൾ നിങ്ങൾ തറയേക്ക് നോക്കും. തറയേക്ക് നോക്കുമ്പോൾ ഞാൻ ആദ്യം നിന്ന തറയിലല്ല ഇപ്പോൾ നിൽക്കുന്ന കുറച്ചപ്പുറത്താണ്. അപ്പോൾ നിങ്ങൾ ആരുമായിട്ടാണ് നോക്കിയത്? തറയുമായിട്ടില്ല. ആ തറയാണ് ഇവിടുത്തെ റെഫറൻസ് ബോഡി. ആ റെഫറൻസ് ബോഡി അല്ലേ? ഇപ്പോൾ പശുവിൻ്റെ പുറത്ത് നിൽക്കുന്ന കാക്ക കുറച്ച് കഴിഞ്ഞപ്പോൾ മോശനിലാണെന്ന് പറഞ്ഞു അല്ലേ? അത് ആരുമായി റെഫറൻസ് ചെയ്താൽ നിങ്ങൾ പറഞ്ഞാൽ ഏത് റെഫറൻസ് ബോഡിയാണ്? ഗ്രൗണ്ടുമായിട്ടാണ്. പക്ഷേ നിങ്ങൾ റെഫറൻസ് ബോഡി ആയിട്ട് പശുവിനെ എടുത്തു കഴിഞ്ഞാൽ, കൗവിനെടുത്തു കഴിഞ്ഞാൽ അതിനെന്തല്ല, മൂവ്മെൻ്റ് ഇല്ല എന്നാണ് പറയുക, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെന്ന് പറയുക. അപ്പോൾ നമ്മൾ ഏത് റെഫറൻസ് ബോഡിയാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് മോഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് മനസ്സിലാക്കുക. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേബിളായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുക അല്ലേ, അല്ലെ ഒരു സ്ഥലത്ത് ഉണ്ടാകും അല്ലേ, മൂവ്മെൻ്റ് ഇല്ല. സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന അവസ്ഥ. അപ്പം നമ്മൾ ഒരാൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് റെഫറൻസ് ബോഡിയാണ്. റെഫറൻസ് ബോഡിൻ്റെ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ സൂര്യനെ റെഫറൻസ് ബോഡി ആക്കി കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ മൂവ് ചെയ്യുന്നുണ്ടോ? എൻ്റെ റെഫറൻസ് ബോഡി ഗ്രൗണ്ടാക്കി എടുത്താൽ എന്ത് ചെയ്യും? അത് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കത്തുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ ശരി. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ്. ഏതാണ്? ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന സംഗതിയാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദൂരല്ലേ നമ്മൾ പറയുന്ന, സാധാരണ പറയുന്ന ഡിസ്റ്റൻസ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഓക്കെ, നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ പുസ്തകത്തിൽ 119 അതായത് 119 119 അല്ലേ, 119 പേജ് എടുക്കുക. അവിടെ ഒരു ചിത്രം കാണാൻ പറ്റും, ഫിഗർ 9.2 എന്ന് പറയുന്ന ഒരു ചിത്രം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അവിടെ 4 ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. ഒന്ന് ഹൗസാണ്, ഞാനിവിടെ ഹൗസിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, H. ഒന്ന് ഇവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഇൻഡിക്കേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഇത് ഹോസ്പിറ്റലാണ്. ഇതെന്താണ്? ഓഫീസാണ്. ഇതെന്താണ്? റേഷൻ കടയാണ്, റേഷൻ ഷോപ്പ്. 3-4 സ്ഥലങ്ങളാണ്. നമുക്കത് ചർച്ച ചെയ്യാം. ഇവിടെ നോക്ക്. A path through which a person traveled to his office and returned to home dispatched അല്ലെ depicted in figure 9.2. അതായത് ഇവിടെ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഒരാൾ അയാളുടെ ഓഫീസിലേക്ക് പോകാനൊരുങ്ങി രാവിലെ ഇറങ്ങി വിചാരിക്കാം. അങ്ങനെ ഇറങ്ങിയപ്പോൾ അയാൾക്ക് ജസ്റ്റ് ഒരു തലവേദനയും ചെറുതായിട്ടൊരു പനിയും അനുഭവപ്പെട്ടു. അങ്ങനെ വന്നപ്പം അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പോണ വഴിയിൽ ഞാൻ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നേരെ എവിടേക്ക് പോവാം, ഓഫീസിലേക്ക് പോവാം എന്ന് അവർ കരുതി. അങ്ങനെ പോവാൻ ബാഗൊക്കെ എടുത്ത് റെഡി ആയപ്പം ഉടനെ തൊട്ട് പിന്നെന്ന് ഭാര്യയുടെ വിളി, അതെ നിൽക്കൂ അല്ലേ, വൈകുന്നേരത്തേക്ക് സാധനങ്ങളൊന്നും ഇല്ല, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ റേഷൻ ഷോപ്പിൽ പോയിട്ട് കുറച്ച് അരി വാങ്ങിയിട്ട് എന്ത് ചെയ്താൽ മതി, വന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഓക്കെ ശരി. അങ്ങനെ ഓഫീസിലേക്കും ബാഗൊക്കെ എടുത്ത് നേരെ എവിടേക്ക് പോയി, 600 മീറ്റർ സഞ്ചരിച്ച് എവിടെ എത്തി, ഹോസ്പിറ്റലിലെത്തി. എത്ര മീറ്റർ സഞ്ചരിച്ച്? ഹോസ്പിറ്റൽ. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു. 10 മണിയൊക്കെ ഏകദേശം ആവാനായപ്പം അവിടുന്ന് നേരെ എവിടെ തിരിച്ചു, ഓഫീസിലേക്ക്, ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്തേക്ക് തിരിച്ചു. എത്ര മീറ്റർ താണ്ടിയിട്ട്? 300 മീറ്റർ താണ്ടി അവർ എവിടെ എത്തി, ഓഫീസിലേക്ക് എത്തി. അങ്ങനെ ഓഫീസിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയായപ്പോൾ അവർ തിരിച്ചു വീട്ടിലേക്ക് നേരെ പോകാൻ പറ്റൂല, കാരണം റേഷൻ ഷോപ്പിൽ പോകണം. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, റേഷൻ ഷോപ്പിലേക്ക് പോയി. എത്ര മീറ്റർ ഇത് പോയി? 660 മീറ്റർ താണ്ടിയിട്ട് അയാൾ ഇവിടേക്ക് എത്തി, റേഷൻ ഷോപ്പിലേക്ക് എത്തി. അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി, അരിയും പഞ്ചസാരയും മണ്ണെണ്ണയൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി അല്ലേ, 420 മീറ്റർ സഞ്ചരിച്ചിട്ട്. ഇതാണ് സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇനി ഇത് നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കും, ഞാൻ അതിന് ആൻസർ പറയാം. പുസ്തകത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പുസ്തകത്തിലെ പേജ് നമ്പർ 119 ചോദ്യം ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം ടു റീച്ച് ദ ഓഫീസ് ആൻഡ് ടു റീച്ച് ദ ഹോം?
വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹി ടു റീച്ച് ദ ഓഫീസ്? അയാൾ ഓഫീസിലേക്ക് എത്താൻ വേണ്ടി എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ്. 60 അല്ല 600 300 ടോട്ടൽ എത്ര? ഓഫീസിലേക്ക് എത്താൻ എത്രയാണ്? 900 മീറ്റർ സഞ്ചരിച്ചു അല്ലേ? 900 മീറ്റർ സഞ്ചരിച്ചു. റെഡി അല്ലേ? അതുപോലെ തന്നെ ആൻഡ് ടു റീച്ച് ഹോം, വീട്ടിലേക്ക് എത്താനോ? വീട്ടിലേക്ക് എത്താൻ അവിടുന്ന് 660 പ്ലസ് 420 എത്ര വരിക? 1080 മീറ്റർ. 1080 മീറ്റർ. 600 400 എത്ര? 1000 1000 60 20 ടോട്ടൽ എത്രയായി? 1080 മീറ്റർ സഞ്ചരിച്ചിട്ട് വീട്ടിലെത്തി. അപ്പോൾ അവിടെ നിങ്ങൾ എഴുതി വെക്കണം. ഓഫീസിലേക്ക് പോവാൻ എത്രയാണ്? 900. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ അയാൾ എത്ര സഞ്ചരിച്ചു? 1080. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർ ദ ഡിസ്റ്റൻസ് ഈസ് ട്രാവൽ ഇൻ ബോത്ത് സിറ്റുവേഷൻ ഈക്വൽ? രണ്ട് സമയത്തും ഒരേ ദൂരമാണോ സഞ്ചരിച്ചത്? ബോത്ത് സിറ്റുവേഷനിൽ, രണ്ട് സിറ്റുവേഷനിലും അല്ലല്ലോ. നോ. ആദ്യത്തിൽ അങ്ങോട്ട് പോകാൻ 900, ഇങ്ങോട്ട് വരാൻ എത്രയാണ്? 1080 മീറ്ററുമാണ്. റെഡി അല്ലേ? അപ്പോൾ അവിടെ എഴുതി വെക്കുക, നോ എന്ന് എഴുതി കൊടുക്കുക. ഫൈൻഡ് ദ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ്. നിങ്ങൾ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് കണ്ടെത്തുക. ഫ്രം ഹിസ് ഹോം ടു ഹിസ് ഓഫീസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്താനുള്ള സ്ട്രൈറ്റ് ലൈൻ, നേർരേഖയിലുള്ള ദൂരം ഏതാണെന്ന് കണ്ടെത്തുക. ഇങ്ങനൊന്നും വളഞ്ഞും തിരിഞ്ഞൊന്നും പോകണ്ട, നേരെ പോയാൽ എത്ര എത്തുന്നത്? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, 480 മീറ്റർ എന്ന്. ഇതാണ് സ്ട്രൈറ്റ് ലൈൻ. ഇങ്ങനെ പോയാൽ മതി. ഇതിലൂടെ പോയി വരാൻ 900 ആണെങ്കിൽ ഇവിടെ വെറും 450 മീറ്റർ കൊണ്ട് എവിടെ എത്തും? 450 മീറ്റർ കൊണ്ട് എവിടെ എത്തും? ഓഫീസിലെത്തും. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? വെറും 450 മീറ്റർ കൊണ്ട് ആര് എവിടെ എത്തും? ഓഫീസിലെത്തും. ആര്? ജോലിക്കാരൻ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കണം, ഫൈൻഡ് ദ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഹിസ് ഹോം ടു ഹിസ് ഓഫീസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. എൻ്റെ കൂടെ തന്നെ എഴുതണം കേട്ടോ, എല്ലാം ഞാൻ മറന്നു പോകും. ഓക്കെ, അവിടെ 450 മീറ്റർ എഴുതണം. ഓക്കെ. ഇനി വൈൽ ഹി റീച്ച് ദ ഓഫീസ് ഇഫ് ദ ട്രാവൽ 48 മീറ്റർ ടുവാർഡ്സ് നോർത്ത്. നോർത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നോർത്ത് സൗത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാ പുസ്തകത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നോർത്താണ്, ഇവിടെ സൗത്താണ്, ഇവിടെ ഈസ്റ്റാണ്, ഇവിടെ വെസ്റ്റാണ്. വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്. അപ്പോൾ ഇങ്ങോട്ട് നോർത്താണ് അല്ലേ? അടിയിക്ക് എന്താണ്? സൗത്താണ്. വെസ്റ്റ് ഇങ്ങോട്ട്, ഈസ്റ്റ് അങ്ങോട്ട്. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ അല്ലേ, വിൽ ഹി റീച്ച് ദ ഓഫീസ് ഇഫ് ട്രാവൽ 48 മീറ്റർ ടുവാർഡ്സ് നോർത്ത്. അതായത് നോർത്ത് പറഞ്ഞ മുകളിലോട്ട്. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് പോയാൽ, ഇങ്ങോട്ട് 480 മീറ്റർ പോയാൽ അയാൾ ഓഫീസിലേക്ക് എത്തുമോ എന്നാണ് ചോദിക്കണത്. എത്തുമോ? ഇല്ല. നോർത്ത് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? ഇങ്ങോട്ട് പോയാൽ മോൾക്ക് എന്നാണ്. ഇങ്ങോട്ട് പോയാൽ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കത്തൂല, ഓഫീസിലേക്ക് എത്തൂല 450 മീറ്റർ പോയാൽ. മനസ്സിലായോ? അടുത്ത നോക്ക്, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ട്രാവൽ 48 മീറ്റർ ടു റീച്ച് ദ ഓഫീസ്. ഏത് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാലാണ് അയാൾക്ക് ഓഫീസിലേക്ക് എത്താൻ പറ്റുക? നമുക്കറിയാലോ, ഇങ്ങോട്ടാണ്. ഈ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓഫീസിലേക്ക് എത്തുക. അതേതാ? ഈസ്റ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഈസ്റ്റ് എന്ന് എഴുതിക്കണം അവിടെ അല്ലേ? ഈസ്റ്റ് ഡയറക്ഷനിൽ പോയാലാണ് എന്ത് ചെയ്യുക? അയാൾ ഓഫീസിലേക്ക് എത്തുക. ഇനി ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കാണ്ട്. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് എന്താണ്? നോക്ക്, ഫസ്റ്റ് പറയുന്നത് കേട്ടോളി. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഇയാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോണ സ്ട്രൈറ്റ് ലൈൻ പാത്ത്. അപ്പോൾ ഇതാണോ സ്ട്രൈറ്റ് ലൈൻ പാത്ത്? അല്ലെ ഇതാണോ സ്ട്രൈറ്റ് ലൈൻ പാത്ത്? ഇതല്ലേ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള പാത്ത്? ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. എന്താ പറയുക? സ്ട്രൈറ്റ് ലൈൻ പാത്തിന്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇവിടുന്ന് എ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, ഇവിടെ ബി എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇവിടുന്ന് എ എന്നൊരാൾക്ക് ബിക്ക് പോകണം വിചാരിക്കാം. അപ്പോൾ അയാൾ ഇങ്ങനെ വളഞ്ഞ് തീ കൂടെ അങ്ങനെ പോയി, തീ കൂടെ അങ്ങനെ വന്ന് ഇങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നല്ല പറയുക. അതിന് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇതിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് പാത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഡിസ്റ്റൻസ് എന്നാണ് പറയുക. പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ പോകല്ലോ, നേരെ ഇങ്ങോട്ട് ഒന്നുകൂടെ, അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ മനസ്സിലായോ? ഞാനിപ്പോൾ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ ചോദിച്ചോളി. നേരെ ഞാൻ സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ഒരേ ലൈനിൽ പോവുകയാണെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റും. പക്ഷേ കുറേ മതിലൊക്കെ എടുത്ത് ചാടി പോകേണ്ടി വരും. നേരെ പോവുകയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് നേരെ എത്തണമെങ്കിൽ അത് ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ഞാനിപ്പോൾ തലപ്പാറ പോയി അവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ടല്ല നമ്മൾ സാധാരണ പോകുന്നത്. അതാണ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്? ഡിസ്റ്റൻസാണ്. പക്ഷേ നേരെ പോവുകയാണെങ്കിൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റാണെന്ന് പറയാൻ പറ്റും.
അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ പാത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഏതൊക്കെ വഴിക്കൂടാണോ ടോട്ടൽ സഞ്ചരിച്ച് അതിനാണ് എന്ത് വിളിക്കുക നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, എന്താണ് ഡിസ്റ്റൻസ് മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ ടേബിൾ ഉണ്ട് താഴത്ത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് ഡെഫിനിഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രൈറ്റ് ലൈൻസ് ഡിസ്റ്റൻസ്. സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്, കാരണം എന്താ ദൂരം തന്നെ അല്ലേ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്തല്ല ഡിസ്പ്ലേസ്മെൻ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. അതായത് നേരെ ഞാനൊരു ഭാഗത്ത് നടന്നു, അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അത് ഡിസ്റ്റൻസും ആണ്. പക്ഷേ ഞാൻ വളഞ്ഞു തിരിഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഡിസ്റ്റൻസ് ആണ്, പക്ഷേ എന്തല്ല ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ അളവുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വെച്ചോളി, 10 മീറ്ററാണ് നടന്നു വെച്ചോളി, 10 മീറ്റർ. അപ്പോൾ അതിന് ഈ അളവിന് നമ്മൾ പറയുന്ന ഒരു മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ 10 മീറ്റർ ഇതിനുണ്ട്, പക്ഷെ ഇതിന് ഡയറക്ഷനും ഇല്ല, കറക്റ്റ് ഡയറക്ഷനും ഇല്ല, ഇങ്ങോട്ട് ഡയറക്ഷനും ഉണ്ട്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിനല്ലേ അതുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റിന് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഇങ്ങോട്ടുള്ള ഡയറക്ഷനും ഉണ്ട്. പക്ഷേ ഡിസ്റ്റൻസിന് അങ്ങനെയല്ല. മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഇത്ര കിലോമീറ്റർ പോയിക്കണമെന്ന് അറിയും, പക്ഷേ അളവും തിരിവായതുകൊണ്ട് ഡയറക്ഷൻ പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കുക വേറെ അല്ലേ. അപ്പോൾ ഇത് ഏതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡിസ്റ്റൻസിനാണെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് ഓൺലി ഉള്ളൂ, ഡയറക്ഷൻ എന്തില്ല ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെങ്ത് അളക്കുന്ന യൂണിറ്റ് തന്നെയാണ്, മീറ്റർ എന്ന് പറയും. മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, ഇവിടെ ഒരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ സ്റ്റോൺ ത്രോൺ, ഞാൻ അത് വായിക്കട്ടെ കേട്ടോ. എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ് ട്രാവൽ ടു ഹൈറ്റ് 6 മീറ്റർ ആൻഡ് ഫാൾ ബാക്ക് ടു ദ എൻഡ്. അതായത് ഇവിടുന്ന് ഒരു കല്ലെടുക്കാൻ മോൾക്ക് ഇടുന്നത് എത്ര മീറ്ററാണ്? 6 മീറ്റർ. ഓൺ ദി ബേസിസ് ഓഫ് ദ അബവ് സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇനി ഒരാൾ എറിഞ്ഞ് കല്ല് 6 മീറ്റർ പോയി തിരിച്ച് താഴത്തേക്ക് തന്നെ വീണു എന്ന് വിചാരിക്കാം. എന്നാൽ വെൻ ദ സ്റ്റോൺ റീച്ചസ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ, മോൾക്ക് എത്തിയപ്പോൾ ഓക്കെ, അപ്പോൾ 6 മീറ്റർ മുകളിലോട്ട് സഞ്ചരിച്ചപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഒന്ന് നോക്കുക. ടേബിളിൽ പറയുന്നത് സിറ്റുവേഷൻ നോക്കുക. വെൻ ദ സ്റ്റോൺ റീച്ചസ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ, ഏറ്റവും മുകളിലെത്തി സ്റ്റോൺ കല്ല്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ, അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 6 മീറ്റർ അല്ലേ. അപ്പോൾ 6 മീറ്റർ എന്ന് അവിടെ എഴുതി കൊടുക്കുക ബോക്സിൽ. അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പുറത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സ്റ്റോൺ. ആ സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ ആവണല്ലേ. അപ്പോൾ കല്ല് പോയത് നേരല്ലേ, ആ നേരെ അയക്കണേ. അപ്പോൾ അതും എത്രയാണ്? 6 മീറ്റർ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വെൻ ദ സ്റ്റോൺ ഫാൾ ബാക്ക് ഇൻ ദ ഹാൻഡ്, തിരിച്ചെന്ത് ചെയ്യാണ്? അതേ കല്ല് തിരിച്ച് താഴത്തേക്ക് എത്തുമ്പോൾ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? സിമ്പിളായിട്ട് പറയാൻ പറ്റും. എത്ര? ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ 6, അവിടുന്ന് ഇങ്ങോട്ട് വരാൻ 6, ടോട്ടൽ എത്ര? 12 മീറ്റർ എന്ന് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ 12 മീറ്റർ അല്ലെ, 12 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്ക് പോകാൻ 6, താഴത്തേക്ക് വരാനും 6, അപ്പോൾ ടോട്ടൽ എത്ര? 12. എന്നാൽ തെറ്റാണ്, 12 അല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇത് എ എന്ന് പറയുകയാണെങ്കിൽ ഇത് ബി എന്ന് പറഞ്ഞ സ്ഥലമാണ് വെച്ചോളി. ഒരു സാധനം, ഒരു ഒബ്ജക്റ്റ് എ എന്ന് ബിക്ക് പോയി, എന്നിട്ട് അതേ സാധനം തിരിച്ച് എക്ക് തന്നെ എത്തുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. അതായത് ഒരാൾ ഇവിടുന്ന് എ എന്ന് ബിക്ക് പോവുകയാണ് വിചാരിച്ചോളി. അപ്പോൾ ഇവിടുന്ന് 10 മീറ്റർ ഉണ്ട് ഇവിടുന്നാണ്. എ എന്ന് ബിക്ക് പോകാൻ 10. അപ്പോൾ എ എന്ന് ബിക്ക് ഒരാൾ പോയി, ബി എന്ന് തിരിച്ച് എക്ക് തന്നെ എത്തി. അപ്പോൾ ഇവിടുന്നാണ്ട് പോകാൻ 10, ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ 10, 10 20 ആണ് എന്ത് ഡിസ്റ്റൻസ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ 10, അവിടെ തിരിച്ച് ഇതേ സ്ഥലത്തേക്ക് തന്നെ എത്തുകയാണെങ്കിൽ അതെന്തല്ല? 20 അല്ല, അതെന്താണ്? 0 ആയിട്ടാണ് എന്ത് ചെയ്യുക? കണക്കാക്കുക. അപ്പോൾ ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്തു നിന്ന് വേറെ എവിടേക്കും പോയിട്ട് തിരിച്ച് അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ അവിടെ എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് അധികാരം 0 ആയിരിക്കും എന്നെന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും എന്താണെന്ന് മനസ്സിലായല്ലോ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേർരേഖ, സ്ട്രൈറ്റ് ലൈൻ പാത്തിനെയാണ്, വഴിയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. ഡിസ്റ്റൻസ് ആണെങ്കിൽ എങ്ങനെ പോയാലും അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് പാത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി
നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ ലാസ്റ്റ് റൂൾസ് ഓഫ് യൂണിറ്റ് എഴുതുന്ന സമയത്ത് റൈറ്റിംഗ് യൂണിറ്റ്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട നിയമങ്ങൾ പഠിച്ചു. ആ നിയമങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുണ്ട്, അതിൻ്റെ ലെറ്റസസ് അത് മുഴുവനായിട്ട് ചെയ്യുക. അതിൻ്റെ ബാക്കിയുള്ള ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട പുതിയ പാഠത്തിൻ്റെ ഹെഡിങ് എഴുതുക, മോഷൻ എഴുതുക. എന്നിട്ട് ഞാൻ ഒരു ടേബിളൊക്കെ പറഞ്ഞല്ലോ, ഈ കൗവിൻ്റെയും അതുപോലെ തന്നെ ക്രോക്ക് പുറത്തൊക്കെ കയറിയിരിക്കണ ടേബിളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ടേബിൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. പിന്നെ റെഫറൻസ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതുക. പിന്നെ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുക. ഞാൻ ഓഫീസിൻ്റെ മറ്റേതൊക്കെ ചിത്രം വരച്ചല്ലോ ഇവിടെ, ഓക്കെ, റേഷൻ ഷോപ്പിന് അതേമാതിരി ചിത്രം വരച്ചിട്ട് അതിൻ്റെ മീറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. എന്നിട്ട് ഡിസ്റ്റൻസ് എന്താണെന്ന് എഴുതുക, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് ഈ അടിയത്ത് ലാസ്റ്റ് ടേബിൾ എന്ത് ചെയ്യുക, നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. അപ്പോൾ കുറച്ച് എഴുതാണ്ട് ഒരാഴ്ച സമയമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, സമയം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അവസാനം അടുത്ത ക്ലാസ് ആകുമ്പോൾ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് അയച്ചു തരിക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.